ഈ ബ്രാഞ്ചിൽ പുളിയനത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ ബ്രാഞ്ചിൽ ഏതാണ്ട് 700ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നു. ആ ജീവനക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സ്ഥിരമായി നിർത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. അതിൽ ഒരു 100 പേരോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ചർച്ച നടത്തി. അപ്പോൾ അതിൽ എന്തെങ്കിലും പിന്നെ കമ്പനിക്ക് എതിരായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ, കമ്പനിക്ക് എതിരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ മറ്റേതെങ്കിലും ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അത് എടുക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി അവർ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പോയതാണ് ഇന്നലെ ഞങ്ങൾ. അതിനുശേഷം ഇന്നലെ രാത്രി തൊട്ട് ഏതാണ്ട് 300ഓളം പേരെ 200ഓളം പേരെ അധികം പേരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിൽ നാട്ടിൽ വന്നെത്തിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറഞ്ഞു, മുഴുവൻ പേരെയും ജോലിക്ക് കയറ്റണം. മുഴുവൻ പേരെയും ജോലിക്ക് കയറ്റാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. അവരുടെ ഹെഡ് ഓഫ് ദി മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ മുഴുവൻ പേരെയും ജോലിക്ക് കയറ്റാം എന്ന് പറഞ്ഞു. ഒരാളെയും ഞങ്ങൾ മേലിൽ അറിയാതെ കൊണ്ട് പിരിച്ചുവിടരുത് എന്ന് പറഞ്ഞു. അതും അംഗീകരിച്ച് ഞങ്ങൾ ഇറങ്ങി പോരുന്ന സമയത്ത് ലേബർ ഓഫീസർ വന്നു. ആ അങ്കമാലി ലേബർ ഓഫീസറെയും ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും ഈ കാര്യത്തിൽ തൊഴിലാളികൾക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ അവരെ സ്ഥിരപ്പെടുത്തുന്ന അവരെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ അറിയാതെ കൊണ്ട് പിരിച്ചുവിടില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും ഈ കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും തൊഴിലാളികൾ ഇവിടെ കൂടി അവരും ശക്തിയുമായി നിന്നു. ആ ശക്തമായി നിന്ന തൊഴിലാളികൾക്കും ഈ തരുണത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നു. ഒരിക്കൽ കൂടി ഈ കമ്പനിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യാപാര രംഗത്ത് നിൽക്കുന്ന ആമസോൺ കമ്പനിയുടെ എൻടെൻഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ പുളിയനത്ത് പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം 700-ൽ പരം വരുന്ന ചെറിയ കുട്ടികളായിട്ടുള്ള തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഏതാണ്ട് 400ഓളം വരുന്ന തൊഴിലാളികൾ ഇവിടെ സ്ഥിരം തൊഴിലാളികളെന്നാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ പറയുന്നത്. 350ഓളം വരുന്ന തൊഴിലാളികളെ, ലേബേഴ്സിനെ ഇപ്പോൾ ദീപാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ വ്യാപാര രംഗത്തുണ്ടായിട്ടുള്ള വർധനവിനെ അടിസ്ഥാനപ്പെടുത്തി താൽക്കാലികമായി എടുത്തതാണ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കുട്ടികൾ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവർക്ക് ഒരു തരത്തിലുമുള്ള അവരുടെ ഓഫർ ലെറ്ററിനകത്ത് താൽക്കാലിക ജീവനക്കാരാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്ഥിര സ്വഭാവത്തിൽ തൊഴിൽ എന്ന നിലയിൽ നാട് വിട്ടുകൊണ്ട് പത്തനംതിട്ട മുതൽ മലപ്പുറം വരെ ഉള്ള പ്രദേശങ്ങളിലെ കുട്ടികൾ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടികളെ ആകെ ഈ തൊഴിൽ രംഗത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്തു എന്ന നിലയിൽ അവരെ മെസ്സേജ് ചെയ്ത് അറിയിച്ച് തൊഴിലിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇതൊരിക്കലും കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ഒരു സ്ഥാപനത്തിനകത്ത് തൊഴിൽ പ്രവേശിക്കുന്ന ലേബറിനെ സംബന്ധിച്ച് അവർ ആ തൊഴിലിനകത്ത് പ്രവേശിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഓഫർ ലെറ്ററുണ്ട്. അവൻ്റെ പോസ്റ്റ്, അവൻ്റെ വേതനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ അംഗീകൃതമായിട്ടുള്ള തൊഴിൽ നിയമപ്രകാരം ആ തൊഴിലാളിക്ക് ലഭിക്കേണ്ട ലീവ് തുടങ്ങിയിട്ടുള്ള ESI, PF തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം അർഹതപ്പെട്ട തൊഴിലാളിയായി അവൻ മാറുകയാണ്. എന്നാൽ ഇവിടെ ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ലാതെ ഈ കുട്ടികളെ പണിയെടുപ്പിക്കുന്ന ഒരു സമീപനമാണ് പോകുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തൊഴിൽ സമയത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഭക്ഷണ സമയത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഓവർ ടൈം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം, അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിൽ നിന്ന് ചില ആളുകൾ ഇവരെ ദേഹോദരം ഏൽപ്പിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പരാതികളെല്ലാം ഞങ്ങളുടെ അടുത്ത് പറയുണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് മാനേജ്മെൻറ്റിനോട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവരെ തൊഴിൽ പ്രവേശിപ്പിക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ തൊഴിലാളികളെയും ഇപ്പോൾ തൊഴിലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമായ നില കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥിതി മാനേജ്മെൻറ്റിൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം ദീപാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള താൽക്കാലിക തൊഴിലാളികളാണ്
അവരെ 7 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് പറഞ്ഞു വിടാനുള്ള അവകാശം മാനേജ്മെന്റിനുണ്ട് എന്ന നിലക്കിട്ടാണ് അവരുടെ വാദം. ഞങ്ങൾ പറഞ്ഞ കാര്യം, ആ കാര്യത്തിനകത്ത് തൊഴിലാളികൾ കൊടുത്തിട്ടുള്ള കത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാനേജ്മെന്റ് ഉയർത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലേബർ ഓഫീസറും ഇപ്പോൾ ഇവിടെ സന്നിധരായിരുന്നു. ലേബർ ഓഫീസറും ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് അതിൻ്റെ രേഖകളെല്ലാം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത് അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്, വെൻഡേഴ്സിന് വെച്ചിട്ടാണ് ഈ മാനേജ്മെന്റ് ഇവിടെ കൈകാര്യം ചെയ്തത്. അപ്പം അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാകെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇവിടെ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ജോസേട്ടനടക്കം ഞങ്ങളെല്ലാം ഈ പരിപാടി ഇവിടെ വരുമ്പോൾ അതിനകത്ത് കാണേണ്ട കാര്യം, ഇവിടെ വ്യവസായത്തിനെതിരാണ് എന്ന നിലയിലേക്ക് നാട് പോകുന്നു എന്ന നിലയ്ക്കിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ വ്യവസായത്തിനെതിരല്ല. ഈ നാടിനകത്ത് വ്യവസായങ്ങൾ വരണം, വ്യവസായ സംരംഭങ്ങൾ വരണം, ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ നിയതമായ ഒരു വ്യവസ്ഥിതിക്ക് അനുസൃതമായ നിയമവ്യവസ്ഥയ്ക്ക് അകത്തു നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സമീപനം മാനേജ്മെന്റുകൾ സ്വീകരിക്കണം എന്ന നിലയ്ക്കിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വന്നിട്ടുള്ള പെശക് തിരുത്തി ആ മുഴുവൻ തൊഴിലാളികളെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സമീപനം മാനേജ്മെന്റ് സ്വീകരിക്കണം എന്ന നിലയ്ക്കിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട അവരുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുമായി സംസാരിച്ച് ആ കാര്യത്തിൽ വ്യക്തത വരുത്താം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പിരിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു വ്യവസായശാലകൾ ഏറ്റവും കുറവുള്ള, എറണാകുളം ജില്ലയിൽ ഏറ്റവും കുറവുള്ള ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വന്ന് പഞ്ചായത്തിന്റെ മൂല്യത്തെ തന്നെ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ച ഈ ഗോഡൌണിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് വ്യത്യാസമായി എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ മാനേജ്മെന്റിൽ നിന്നും ഒരു തീരുമാനം എടുക്കുകയുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളാണ് എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തിത്വങ്ങൾ സൂചിപ്പിച്ചത്. ഏകദേശം 200 പേരെയാണ് അവർ താൽക്കാലികമായി ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അവരെ ഒറ്റയടിക്ക് പറഞ്ഞു വിടാൻ അത് സാധ്യമാകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരത് അംഗീകരിക്കുക ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സ്ഥാപനത്തിന്റെ ചില ചട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒന്നും കൂടി ഒരു ചർച്ച നടത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു ഇവിടെ തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ അവർ നമ്മളോട് സഹകരിക്കാമെന്നും കൂടി ഈ ഒരു മീറ്റിങ്ങിൽ അവരുമായിട്ട് സംബന്ധിച്ച യോഗത്തിൽ നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ പരിഹരിക്കാം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അങ്കമാലി ലേബർ ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ മീറ്റിംഗ് അവിടെ നടന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് ആലോചിച്ച് തീരുമാനമെടുക്കാം. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ അവർ ചെയ്യാമെന്നും കൂടി അറിയിച്ചതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ അവിഗ്ന കമ്പനി വന്ന് ഇവിടെ ഗോഡൌണുകൾ പണിതപ്പോ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗോഡൌൺ വന്നാലും നമ്മുടെ നാടിനും, അതായത് നമ്മുടെ പഞ്ചായത്തിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പരിഗണന കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവര് തുടക്കത്തിൽ ചെയ്യുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഇത്രയും ലേബേഴ്സിനെ ഇവിടെ എടുത്തപ്പോ വെണ്ടർമാരാണ് എടുക്കണേ എന്ന് പറഞ്ഞു. ലേബേഴ്സിനെ എടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ മാത്രം എടുത്താൽ മതിയായിരുന്നു. അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഒറ്റയടിക്ക് വന്ന ഈ തൊഴിലാളികളെ പറഞ്ഞു വിടുന്നതിലോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് റൂമൊക്കെ എടുത്തിട്ട് അവർ നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് ഇന്ന് വരുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്ത് തന്നെയായിരുന്നാലും ഇപ്പൊ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനമായിട്ടുണ്ട് അവരെല്ലാവരും തിരിച്ചെടുക്കാനും, അതായത് അവർക്കിടെ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവരെ നമുക്ക് പിന്നീട് വരുന്ന സാഹചര്യത്തിൽ പറഞ്ഞു വിടേണ്ടതാണെങ്കിൽ പറഞ്ഞു വിടാം. അതല്ല നമുക്ക് ഇവിടെ സ്ഥിരം ജോലി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കിവിടെ കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ നാടിന്റെ നന്മയ്ക്കും, അതായത് നമ്മുടെ പഞ്ചായത്തിനായാലും എല്ലാനും ഒരു നല്ല ഉതകുന്ന രീതിയിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാര്യമായിട്ട് ഇപ്പൊ യുവാക്കളായിട്ടുള്ള എല്ലാവരും തന്നെ പുറം രാജ്യങ്ങളിലേക്കായിട്ട് മറ്റു രാജ്യങ്ങളിലേക്കായിട്ട് പോയി തൊഴിലവസരം തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഒരു വലിയ സ്ഥാപനം വന്നപ്പോൾ നമ്മൾ നാട്ടുകാരടക്കം ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ അതിനകത്ത് വളരെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ ചെയ്ത സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മുതലെടുപ്പിലൂടെ അവര് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇവിടെ നിലവിൽ പണിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു രീതിയിലുള്ള മുന്നറിയിപ്പും കൂടാതെ
ഇവരെ ഒരു ദിവസം കയറുന്ന ഒരു അല്ലെങ്കിൽ വന്ന് കയറുന്ന അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം, അത് ഒട്ടും ഒരു മാനുഷിക പരിഗണന കിട്ടാത്ത രീതിയിലാണ് അവർ ചെയ്തു പോകുന്നത്. അതിന്റെ കാരണങ്ങൾ പലതായാലും എന്തുകൊണ്ടും അതിന് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഈ തൊഴിലാളികളായിട്ടുള്ള ഈ കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ തൊഴിലാളികളാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇതൊരു പ്രശ്നമായി അതിന് ഈ നമ്മുടെ ഈ കുട്ടികളുടെ എല്ലാവരെയും ആവശ്യങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നതിന്റെ പേരിലുള്ള അംഗീകാരം കിട്ടുകയും ഇവരെല്ലാവരെയും മൊത്തത്തിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള തീരുമാനം കമ്പനി എടുത്തത് വളരെ നന്നായി. പക്ഷെ ഇനി വരും കാലങ്ങളിൽ ഇതിനോടനുബന്ധമായിട്ടുള്ള ഈ കുട്ടികളിൽ ഇപ്പൊ ഇത് സംഘടിച്ചതിന്റെ പേരിലോ മറ്റു കാര്യങ്ങളുടെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാക്കിയായാൽ പോലും ഇവരെ പറഞ്ഞുവിടാനുള്ള ഒരു സാഹചര്യം ഇവർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഒരു രീതിയിലും ഒരു തൊഴിലാളിയും അകാരണമായിട്ട് പറഞ്ഞു വിടാനായിട്ട് നമ്മൾ അനുവദിക്കില്ല എന്ന് തന്നെ ഈ അവസരത്തിൽ അത് വ്യക്തമാക്കുകയാണ്.